ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 23 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, 10,000 താലന്ത് ഇളച്ചു കിട്ടിയവൻ 100 ധനാറ കടപ്പെട്ടവനോട് നിർദ്ദയമായി പെരുമാറിയെന്നറിഞ്ഞ രാജാവ് അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് കാണിക്കുവാൻ ഈശോ നമ്മയോട് പഠിപ്പിച്ച നല്ലൊരു ഉപമയാണിത്. 10,000 ഇളച്ചു കിട്ടിയവനും 100 കടപ്പെട്ടവനും ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ: ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ തന്നു വീട്ടിക്കൊള്ളാമെന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്നും പരിധിയില്ലാതെ നമുക്ക് ക്ഷമയും കരുണയും ലഭിച്ചിട്ട് നാം മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും കരുണ കാണിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഒരു നിമിഷം നാം ചിന്തിച്ചു നോക്കുക. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവർക്ക് കരുണ കാണിക്കുവാനും നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദൈവരാജ്യത്തിലെ വിരുന്നിൽ നമുക്ക് പങ്കെടുക്കുവാനായിട്ട് സാധിക്കണം. ഈ നോമ്പുകാലം അതിന് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.